അങ്ങനെ മമ്മൂക്കയും തമിഴകത്തിൻ്റെ സ്വന്തം ധനുഷും തമ്മിൽ ഒരുമിച്ചൊരു സിനിമ വരാൻ പോവുകയാണ്. D55 എന്ന താൽക്കാലിക നാമത്തിലാണ് ആ ഒരു പേര് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് രാജ്കുമാർ പെരിയസ്വാമി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഡയറക്ടറാണ്. അമരൻ എന്ന് പറഞ്ഞൊരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് കൊടുത്തൊരു ഡയറക്ടറാണ് തമിഴ് സിനിമയ്ക്ക്. അതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആണെങ്കിൽ നല്ല വൃത്തിക്ക് എടുത്തു വെച്ച ഒരു ഡയറക്ടറുമാണ്. നല്ല രീതിക്ക് തന്നെ പണി അറിയാവുന്ന ഡയറക്ടറാണ്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയാണെങ്കിൽ വേറൊരു ഭാഷയിലൊക്കെ പോയി ചെയ്ത് പാളിപ്പോയിട്ടുള്ളത് വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അറിവിൽ ഏതോ ഒരു തെലുങ്ക് പടം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, എന്താ ഏജൻറ്റോ അങ്ങനെ എന്തോ ഒരു പേര് ഓർക്കുന്നില്ല ഞാൻ. ആ ഒരു പടം എന്തോ ഉള്ളൂ പാളിപ്പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം നല്ല രീതിക്ക് തന്നെ കിഡിലനായിട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ സൈഡ് ക്യാരക്ടേഴ്സ് പുള്ളി അധികം അങ്ങനെ ചെയ്യത്തുമില്ല. പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ പുള്ളി ഓക്കെ പറയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് പുള്ളി ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ പുള്ളിയുടെ ക്യാരക്ടർ നല്ല കിടിലൻ ക്യാരക്ടർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. പിന്നെ ധനുഷിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയണ്ട. പിന്നെ മമ്മൂക്ക, രണ്ട് ആക്ടിങ് പവർ ഹൗസ് തമ്മിൽ ഒരുമിച്ച് വരുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോഴത്തേക്കിനുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഒഫീഷ്യലായിട്ട് മമ്മൂക്കയും ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള രാജ്കുമാർ പെരിയസ്വാമിയും തമ്മിലൊരു ഫോട്ടോ അവർ പങ്കുവെച്ചത്. അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാണെന്നും പറഞ്ഞ് എന്തായാലും നല്ലൊരു ന്യൂസ് തന്നെയാണ് ഇപ്പം പുറത്തു വരുന്നത്. തമിഴിലാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും നോക്കിയാണ് തമിഴ് സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. ചെയ്തിട്ടുള്ള മിക്ക സിനിമകളും നല്ല സിനിമകളായിരുന്നു. എന്തായാലും ഇതൊരു പക്ക ഒരു വലിയൊരു ഹിറ്റ് തന്നെ ആകട്ടെ. കേരളത്തിലാണെങ്കിലും വലിയൊരു വിജയമായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. ധനുഷിൻ്റെ D54 ജയറാമേട്ടനുണ്ട്, ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നുണ്ട്. D55 മമ്മൂക്കയും. മലയാളത്തിലെ നായകന്മാരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിക്ക് തന്നെ വരട്ടെ. ധനുഷിനാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും ആൾക്കാർക്കൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു നടൻ തന്നെയാണ്. ഹേറ്റേഴ്സ് ഒന്നും അധികം ഇല്ലാത്തൊരു നടനാണ് കേരളത്തിലും. എന്തായാലും ഒരു സിനിമ വലിയ വിജയം മാറട്ടെ. മമ്മൂക്കയുടെ റോൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയിട്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? അതും മമ്മൂക്കയാണെങ്കിൽ അങ്ങനെ പോയി അഭിനയിക്കേണ്ട കാര്യമില്ല എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഈ ഒരു സംഭവം കേട്ടപ്പോഴാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പുള്ളി ചുമ്മാതൊന്നും കയറി അങ്ങനെ ഭാഷയിൽ പോയി അഭിനയിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ നല്ല ഡയറക്ടറാണ്, കൂടെയുള്ള ആക്ടറും നല്ലതാണ്. അപ്പം ഭയങ്കര എക്സൈറ്റാണ് കാണാൻ വേണ്ടി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.